ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചയോ യുദ്ധമോ അതെന്ത് തന്നെയായാലും മാറാത്ത ഒന്നുണ്ട്: ട്രംപിൻ്റെ ഭീഷണി. അതിന് ഇതുവരെ ഇറാൻ വഴങ്ങിയിട്ടില്ല എങ്കിൽ കൂടി ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭീഷണിയും ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ്. ആണവ കരാറിൽ എത്തിയില്ല എങ്കിൽ പരിമിതമായ ആക്രമണം നടത്തുന്നത് പരിഗണിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്. ഇറാന് പരമാവധി 15 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനിടെ കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ ആക്രമിക്കുമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. ഒന്നുകിൽ കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമാകും കാര്യങ്ങൾ. ഇതാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. അമേരിക്ക ഇറാനുമായി ഒരു കരാറിൽ എത്തുമോ അതോ സൈനിക നടപടി സ്വീകരിക്കുമോ എന്നത് അടുത്ത 10 ദിവസത്തിനുള്ളിൽ ലോകം അറിയുമെന്നാണ് ഇതിനു മുൻപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. അർത്ഥവത്തായ ഒരു കരാറിൽ ഇറാൻ ഏർപ്പെടണമെന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെയും ആവശ്യം. വാഷിംഗ്ടണിൽ നടന്ന ബോർഡ് ഓഫ് പീസ് സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചിരിക്കുന്നത്. ആണവ കരാറിനെ പ്രേരിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമായാണ് ഇറാനെതിരെ പരിമിത തോതിലുള്ള ആക്രമണം അനിവാര്യമെന്ന് ട്രംപ് പറയുന്നത്. കരാറിലെത്തുക മാത്രമാണ് യുദ്ധം ഒഴിവാക്കാൻ ഇറാന് മുന്നിലുള്ള വഴിയെന്നും ട്രംപ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ വഴി ഇറാന്റെ ചില ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഇത് ഇറാനെ ചർച്ചയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഈ ആഴ്ച അവസാനത്തോടെ US ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാനുമായി നയതന്ത്ര ചർച്ചയിലേർപ്പെട്ട പ്രാദേശിക നയതന്ത്രജ്ഞർ പറയുന്നത് ആക്രമണം അത്ര പെട്ടെന്ന് ഉണ്ടാകില്ല എന്നാണ്. ഇതുവരെ ട്രംപ് ഏതെങ്കിലും പ്രത്യേക സൈനിക നടപടിക്ക് ഉത്തരവിട്ടിട്ടില്ല എന്നും സൂചനയുണ്ട്. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അദ്ദേഹം നയതന്ത്ര പരിഹാരത്തിനാണ് ഇപ്പോഴും മുൻഗണന നൽകുന്നത് എന്നാണ്. ഇറാന്റെ ആണവ പദ്ധതി ഉപേക്ഷിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള 2ാം വട്ട ചർച്ച ചൊവ്വാഴ്ച ജനീവയിൽ പൂർത്തിയായിരുന്നു. ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്നാണ് ഇരുപക്ഷവും പറയുന്നതും. അന്തിമ കരാറിനുള്ള രൂപരേഖയുണ്ടാക്കി 3ാം ഘട്ട ചർച്ചയിലേക്ക് പോകാനാണ് ഇരു കക്ഷികളുടെയും തീരുമാനം. എന്നാൽ ട്രംപിന്റെ എല്ലാ നിബന്ധനകളും അനുസരിക്കുന്ന ഒരു കരാറിൽ എത്താനുള്ള സാധ്യത കുറഞ്ഞു വരുന്നതായി പല അന്താരാഷ്ട്ര വിദഗ്ധരും പറയുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് പോലുള്ള ആവശ്യങ്ങളോട് ഇറാൻ പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ജനീവയിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികളായ ജെറേഡ് കുഷ്ണർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലപാടുകളിൽ ഇപ്പോഴും വലിയ അന്തരമുണ്ട് എന്ന് വൈറ്റ് ഹൗസ് പറയുന്നു. അതേസമയം കരാറിൽ എത്താനായില്ല എങ്കിൽ ഇറാനെതിരെയുള്ള നടപടികൾ US സജീവമായി ആലോചിച്ചു വരികയാണ് എന്ന് അമേരിക്കൻ മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. മധ്യേഷ്യയിൽ 22 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങൾക്കാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. വൻതോതിലുള്ള യുദ്ധസന്നാഹങ്ങൾ ഇറാന് ചുറ്റുമായി അമേരിക്ക ഒരുക്കിയിട്ടുമുണ്ട്. ഇറാനെ ആക്രമിക്കാൻ ട്രംപ് തീരുമാനിക്കുകയാണ് എങ്കിൽ ആഴ്ചകളോളം നീണ്ടുനിൽക്കാൻ സാധ്യതയുള്ള നടപടികൾ വരെ പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇറാനിലെ നേതാക്കളെ ഇല്ലാതാക്കാനുള്ള പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. മാസങ്ങൾക്ക് മുൻപ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള മണിക്കൂറുകൾ നീണ്ട ബോംബാക്രമണങ്ങളെ അപേക്ഷിച്ച് പലതും വളരെ വലിയ തോതിലായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിനിടെ ആക്രമണത്തിനായി ബ്രിട്ടന്റെ എയർബേസുകൾ വിട്ടു നൽകില്ല എന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അറിയിച്ചു. UK-യുടെ ഡിയാഗോ ഗാർഷിയ മിലിറ്ററി കേന്ദ്രം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാനാണ് US പദ്ധതിയിട്ടത്. ചാഗോസ് ദ്വീപിലാണ് ബ്രിട്ടന്റെ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. UK-യുടെയും US-ന്റെയും സംയുക്ത എയർബേസായ ഡിയാഗോ ഗാർഷിയ ഇറാൻ ആക്രമണത്തിന് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സിൻഡനെ സമീപമുള്ള RAF ഫയർഫോർഡിൽ നിന്നും ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള അനുമതിയും UK നിഷേധിച്ചിരിക്കുകയാണ്. സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്നും യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ ആവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സൈനിക നടപടി ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ സ്ഥാനപതി അമീർ സയ്യിദ് ഇറാവാനി പറഞ്ഞിട്ടുണ്ട്. UN സെക്രട്ടറി ജനറലിനും രക്ഷാസമിതി അധ്യക്ഷനും അയച്ച കത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യാക്രമണം നടത്താനുള്ള നിയമപരമായ അവകാശം ഇറാനുണ്ട് എന്നും അമീർ സയ്യിദ് ഇർവാനി പറയുന്നു. ഇറാനെ ആക്രമിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ താവളങ്ങൾ ആവശ്യമായി വരുമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ നേരത്തെ പോസ്റ്റ് ചെയ്തതാണ്. ഇക്കാര്യവും ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ സ്ഥാനപതി കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പ്രസ്താവനയുടെ പ്രത്യാഘാതം ഇറാൻ മേഖലയ്ക്ക് മാത്രമല്ല അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്നും ഇറാവാനി പറയുന്നു. അതിനാൽ സൈന്യത്തെ ഉപയോഗിച്ചുള്ള ഇത്തരം ഭീഷണികളെ തടയണമെന്നും ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയോട് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
തിരിച്ചടിക്ക് തയ്യാറാണ് എന്ന് കാട്ടാൻ റഷ്യയുടെയും ചൈനയുടെയും പങ്കാളിത്തത്തിൽ വൻതോതിലുള്ള നാവികാഭ്യാസം ഇറാൻ കഴിഞ്ഞ ദിവസം തുടർന്നിരുന്നു. ഇതേ തുടർന്ന് വിവിധ സൈനിക വിഭാഗങ്ങളോട് തയ്യാറായിരിക്കാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ചിന്തിക്കാൻ പോലുമാകാത്ത തിരിച്ചടി അവർ നേരിടുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണി മുഴക്കി. സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സൈനികർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2025 ജൂണിലെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കക്ഷി ചേർന്ന് അമേരിക്ക ഇറാനെ ആക്രമിച്ചിരുന്നു. മറുപടിയായി ഖത്തറിലെ യുഎസിന്റെ അൽ ഉദൈദ് വ്യോമതാവളത്തിലേക്ക് ഇറാൻ മിസൈൽ അയച്ചു. ചൊവ്വാഴ്ച ജനീവയിൽ നടന്ന രണ്ടാം വട്ട ചർച്ചയിൽ കരട് രൂപം തയ്യാറാക്കാനും മൂന്നാം വട്ട ചർച്ചയിൽ അന്തിമ കരാറിന് രൂപം നൽകാനും യുഎസും ഇറാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആണവായുധ അഭിലാഷങ്ങൾ തടയാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സേനാ വിന്യാസമാണ് യുഎസ് പശ്ചിമേഷ്യയിൽ നടത്തിയിട്ടുള്ളത്. മധ്യപൂർവേഷ്യയിൽ യുഎസ് വൻതോതിൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. വിമാനവാഹിനി കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ വലിയ സൈനിക വ്യൂഹത്തെ അമേരിക്ക മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡ് കഴിഞ്ഞ ദിവസം മെഡിറ്ററേനിയനിലെത്തി. എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി 1 മാസത്തോളമായി ഈ മേഖലയിലുമുണ്ട്. നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ തങ്ങൾ തയ്യാറാണ് എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ഇറാൻ മേഖലയിലെ ഈ വൻ സൈനിക വിന്യാസം ആ സൂചനയെ സാധൂകരിക്കുന്നു. ഈ വാരാന്ത്യത്തിൽ ഇറാനെ ആക്രമിക്കാൻ സന്നദ്ധമാണ് എന്ന് യുഎസ് സൈന്യം വൈറ്റ് ഹൗസിനെ അറിയിച്ചതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനത്തിരിക്കുകയുമാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം നിലവിൽ ഇറാൻ പ്രതിസന്ധിയിലാണ്. ഇതിനിടയിൽ അമേരിക്കയുടെ സൈനിക ഭീഷണിയും വന്നതോടെ ഇറാൻ ഭരണകൂടം കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തങ്ങളുടെ പരമാധികാരം പണയം വെച്ചുകൊണ്ടുള്ള ഒരു കരാറിന് ഇറാൻ തയ്യാറാകുമോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുന്നു. അങ്ങനെയെങ്കിൽ യുദ്ധം എന്നത് അനിവാര്യതയാണ് എന്ന ആശങ്കയിലാണ് ലോകം.